CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മിനിറ്റ്സ് ബുക്ക് UDF അംഗം കൈക്കലാക്കി ഓടിയെന്ന ആരോപണത്തെ തുടർന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ട് LDF പ്രവർത്തകരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടതിനെ തുടർന്ന് ഭരണസമിതി അംഗങ്ങളും പ്രതിപക്ഷവും തമ്മിൽ പഞ്ചായത്ത് മുറ്റത്ത് രൂക്ഷമായ വാക്പോരും ഉന്തും തള്ളുമുണ്ടായി. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനകളെ വനം വകുപ്പ് തുരത്തുന്നതിനിടെ ആനക്കൂട്ടം ജനവാസ മേഖലയായ കാപ്പുപറമ്പിലിറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചു. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസമായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളെ രാത്രിയിലാണ് വനം വകുപ്പ് തുരത്തിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാന വിജിലൻസ് നടത്തുന്ന സമാന്തര അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. ഇതിനായി വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. മിനിറ്റ്സ് ബുക്ക് UDF അംഗം കൈക്കലാക്കി ഓടിയെന്ന ആരോപണത്തെ തുടർന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ട് LDF പ്രവർത്തകരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടതിനെ തുടർന്ന് ഭരണസമിതി അംഗങ്ങളും പ്രതിപക്ഷവും തമ്മിൽ പഞ്ചായത്ത് മുറ്റത്ത് രൂക്ഷമായ വാക്പോരും ഉന്തും തള്ളും ഉണ്ടായി. UDF മെമ്പർമാരും LDF പ്രവർത്തകരും തമ്മിൽ പരസ്പരം വെല്ലുവിളിച്ചത് സ്ഥലത്ത് കടുത്ത സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വൈസ് പ്രസിഡന്റ് എന്താ പറയുന്നത്? വൈസ് പ്രസിഡന്റ് വേണ്ടി വന്ന വൈസ് പ്രസിഡന്റ് ആൾക്കാരെ പഞ്ചായത്ത് ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് കാര്യങ്ങളെ കൈകാര്യം കുടുംബശ്രീ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഉയർത്തി. മെമ്പർക്ക് ലോൺ അനുവദിക്കാൻ, കുടുംബശ്രീക്ക് ലോൺ അനുവദിക്കാൻ ഭരണപക്ഷ മെമ്പർമാരുടെ കത്ത് വേണമെന്ന വിചിത്രവാദം ഉയർത്തിക്കൊണ്ടുവരിക. മറ്റൊന്ന് PTS നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ സർക്കുലർ നിലനിൽക്കുക. അതൊന്നും പറ്റില്ല, ഞങ്ങളുടെ വാർഡുകളിൽ നിയമിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റ്സ് കത്ത് കൊണ്ടുപോവുക ചെയ്തിട്ടുള്ളത്. 3-ാം വാർഡിലെ മെമ്പർ സന്ധിക മെമ്പറാണ് ആ മിനിറ്റ്സ് കത്ത് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് കണ്ട ആളുകളുണ്ട്. അതിന് കൂട്ടുനിൽക്കുകയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ. ഇപ്പൊ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ ചോദിച്ചാൽ പ്രസിഡന്റ് ഇല്ല. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് നാഥനില്ലാത്ത കളരിയായിട്ട് മാറാം. വൈസ് പ്രസിഡന്റ് എന്ന നിലക്ക് വന്നിട്ട്
കാര്യങ്ങൾ തീരുമാനിച്ചു പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് ഒരധികാരവുമില്ലാത്ത സ്ഥിതിയിലേക്ക് ഈ പഞ്ചായത്ത് ഭരണം പോവുകയാണ്. ഈ നിലക്ക് കുത്തഴിഞ്ഞ സംവിധാനമായി കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഭരണസമിതി പോയതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഞങ്ങൾ തീരുമാനിച്ചത് മാത്രമേ നടക്കൂ എന്ന് കരുതിയാൽ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ അത് നടപ്പാവില്ല എന്ന് LDF നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം ഇവർ പറഞ്ഞിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൊടുക്കില്ല, ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയൊന്നും പറയാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അധികാരമില്ല. പഞ്ചായത്ത് ഭരണസമിതിയെ പോലെ ഒരു എലക്റ്റഡ് ബോഡിയാണ് കുടുംബശ്രീ സംവിധാനം. ആ കുടുംബശ്രീ സംവിധാനത്തിൻ്റെ മിനിറ്റ്സോ അതിൻ്റെ വല്ല പരിശോധന ആവശ്യമാണെങ്കിൽ അതിന് മെമ്പർ സെക്രട്ടറി ഉണ്ട് പഞ്ചായത്തിൻ്റെ AS എന്ന് പറഞ്ഞ് അവർ മുഖാന്തരം നോട്ടീസ് നൽകുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് പറ്റും. ആ വഴികളൊന്നും സ്വീകരിക്കാതെ ഇവർ മേക്കിട്ട് കയറുന്ന പണിയാണ്. ഇവരിതിങ്ങനെ ഞങ്ങളാണ് ഇവിടുത്തെ സർവാധിപന്മാർ, ഞങ്ങൾ തീരുമാനിക്കുന്നത് നടക്കും, ഞങ്ങൾ തീരുമാനിച്ച് മാത്രമേ നടക്കുമെന്ന് പറഞ്ഞാൽ ഇതത് അംഗീകരിക്കാൻ പറ്റില്ല. അത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് നടപ്പാവില്ല എന്നാണ് ഈ സമയത്ത് എല്ലാവരോടും ബോധിപ്പിക്കാനുള്ളത്. പല വിഷയങ്ങളിലും ഇടതുപക്ഷത്തിലെ മെമ്പർമാരുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന പല പണികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സംഭവം വഷളായതോടെ മണ്ണാർക്കാട് CIയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് പോലീസ് സംഘം സ്ഥലത്തെത്തി. ഇതിനകത്ത് ഞാൻ ഒരു ചെറിയൊരു ഇത് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് DIGക്ക് നേരിട്ട് കംപ്ലൈന്റ് പോകാൻ പറ്റില്ലല്ലോ. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അല്ല, പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷേ ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള CDS ആണെങ്കിലും ഈ ഓഫീസിന്റെ ഫുള്ള് കസ്റ്റോഡിയൻ ഇവിടുന്ന് ഒരു സാധനം കളവ് പോയി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കണം, അല്ലാതെ നിങ്ങൾ നേരിട്ട് വരാൻ പറ്റില്ല. ചെയർമാന്റെ മുകളിൽ നിങ്ങൾക്കൊരു ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യം സ്പഷ്ടമായിട്ട് ചോദ്യമുള്ളൂ. അതെ, നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം, അതായത് നിങ്ങൾ മെമ്പേഴ്സൊക്കെയാണ് വന്നാലും ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി എല്ലാം ചെയ്തത് നിങ്ങളാണ്, പഞ്ചായത്തിൽ നിന്ന് ആരുമല്ല. നിങ്ങൾ നിൽക്കുന്ന ആൾക്കാർ മെമ്പർമാരാണ് ആണ്. പക്ഷെ അതിൽ അവർക്ക് പഞ്ചായത്തിൽ ഇപ്പം മീറ്റിംഗ് നടക്കുമ്പോഴെങ്കിൽ അതിൽ എടുത്തുകൊണ്ട് അവിടെ കൊടുക്കാം. നിങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പഞ്ചായത്ത് മെമ്പർ എടുത്തു കൊണ്ടുപോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് തെളിവുണ്ട്. ഇവർ 15 പേര് ഒപ്പിട്ട് കൊടുത്തു. ഇവർക്ക് മിനിറ്റ്സ് കൊടുക്കണ്ടേ? ആ മിനിറ്റ്സ് ഇവിടെ ഉണ്ട്. അത് വൈസ് പ്രസിഡന്റ് ഇവരുമായ ചർച്ചയിൽ ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങൾ തരില്ല പറയണു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ പരാതി CIക്ക് കൈമാറി. പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പഞ്ചായത്ത് ഓഫീസ് തുറന്നപ്പോഴും പുതിയ ആരോപണങ്ങൾ ഉയർന്നു. ഇന്നലെ ഇവിടെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഫാത്തിമ താത്ത ഓഫീസ് പൂട്ടിപ്പോയതാണ്. ഇന്നലെ ഓഫീസ് പൂട്ടിപ്പോയതാ, നിങ്ങൾക്ക് കാണാം. ഇന്ന് ആ ഓഫീസ് തുറന്നു കിടക്കുക. ഇന്നലെ രാത്രി 5 മണിക്ക് പൂട്ടിപ്പോയ പഞ്ചായത്ത് ഓഫീസ് തുറന്നു കിടക്കുന്ന സീനാണ്. ഈ പഞ്ചായത്തിനകത്ത് രാത്രി കാലങ്ങളിൽ നടക്കുന്ന തമ്മാടത്തരങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയുള്ള CCTV കൃത്യമായിട്ട് പരിശോധിക്കണം. ഈ മിനിറ്റ് ബുക്ക് ആര് കൊണ്ടേ എന്നുള്ളത് പരിശോധിക്കണം. നിങ്ങൾ പറഞ്ഞ പേരിലാണ് ഞങ്ങൾ തുറന്നിട്ടുള്ളത്. ഈ ഓഫീസ് അങ്ങനെ തുറന്നു. പോലീസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളെയും ശാന്തരാക്കി. CCN മണ്ണാർക്കാട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാന വിജിലൻസ് നടത്തുന്ന സമാന്തര അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മുൻ MLA അനിൽ അക്കരെ. ഇതിനായി വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. CBIക്ക് ഞങ്ങൾ പരാതി നൽകാൻ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ CBI അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയോട് സംസാരിച്ചതിന് ശേഷമാണ് CBIക്ക് പരാതി കൊടുക്കുന്നത്. ഇന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് ആഭ്യന്തരമന്ത്രിയാണ്. വിജിലൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്റ്റാൻഡ് വിജിലൻസ് അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. അന്നത്തെ ആ സ്റ്റാൻഡ് രമേശ് ചെന്നിത്തല എടുക്കണം. വിജിലൻസ് അന്വേഷണം സർക്കാർ ആ ഉത്തരവ് പിൻവലിക്കണം. വിജിലൻസിൻ്റെ കയ്യിലുള്ള മുഴുവൻ രേഖകളും കോടതിയുടെ അനുമതിയോടുകൂടി CBI കൈമാറണം. അതാണ് ഒന്നാമത്തെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത് കഴിഞ്ഞ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും അന്ന് ആ ചർച്ച നയിച്ച ബഹുമാനായ VD സതീശൻ ഇന്നത്തെ മുഖ്യമന്ത്രി വളരെ കൃത്യമായും ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോരോ വിഷയങ്ങളിലെയും കൃത്യമായ ഇടപാടുകൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയുമാണ്. സുപ്രീം കോടതിയിൽ
CBI അന്വേഷണത്തിൻ്റെ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയെ അദ്ദേഹവും അന്ന് എതിർത്തിരുന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹം നിയമമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായും സുപ്രീം കോടതിയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. രണ്ട് വിഷയങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് വളരെ കൃത്യമായും പ്രതികളിലേക്ക് എത്തണമെങ്കിൽ സുപ്രീം കോടതിയിൽ ലൈഫ് മിഷൻ കൊടുത്ത കേസ് പിൻവലിക്കണം. അത് ഗവൺമെൻറ് ആണ് അത് ചെയ്യേണ്ടത്, നിയമവകുപ്പാണ് ചെയ്യേണ്ടത്. രണ്ടാമത് വിജിലൻസ് കേസ് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ വിജിലൻസ് കേസും സംസ്ഥാന ഗവൺമെൻറ് പിൻവലിക്കണം. ഈ രണ്ട് കേസുകളും പിൻവലിച്ച് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളോടും കൂടി ഇപ്പോൾ CBI അന്വേഷിക്കുന്ന FCRയുടെ വിഷയങ്ങൾ മാത്രമാണ്. അതുമാത്രമല്ല, അഴിമതി നിരോധന നിയമവും അതുപോലെ തന്നെ ഈ വിഷയത്തിലെ ഗൂഢാലോചനയും എല്ലാം ചേർത്ത് CBIക്ക് ഗവൺമെൻറ് കൈമാറാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സംസ്ഥാന ആഭ്യന്തര നിയമ വകുപ്പുകൾ മുൻകൈയെടുത്ത് ഈ കേസ് പൂർണ്ണമായും CBIക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നാം ഘട്ട കുറ്റപത്രം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അന്നത്തെ ലൈഫ് മിഷൻ്റെ ഭാരവാഹികളിലേക്ക് കേസ് പോകണം. അന്നത്തെ ലൈഫ് മിഷൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് ചെയർമാൻ പിണറായി വിജയനാണ്, വൈസ് ചെയർമാൻ അന്നത്തെ LSD മിനിസ്റ്റർ AC മൊയ്തീനാണ്, അന്നത്തെ ലൈഫ് മിഷൻ CEO UV ജോസാണ്. ഇതിനെല്ലാം ആസൂത്രണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനാണ്. ഈ 4 പേരിലേക്കും അന്വേഷണം പോകണമെങ്കിൽ CBIക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഗവൺമെൻറ് കൊടുക്കണം. നിലവിൽ അതൊരു കോടതിയുടെ സംവിധാനത്തിൻ്റെ ഭാഗം എന്ന രീതിയിലാണ് അന്വേഷണം പോകുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും ഇടപെടലുണ്ടെങ്കിൽ തന്നെ മറ്റ് CBI കേസുകൾക്ക് വിഷയം എന്ന് പറയുന്നത് സ്വമേധയെ എടുക്കുന്ന കേസുകളാണ്, രാഷ്ട്രീയ വൈരാഗ്യം മൂലം എടുക്കുന്ന കേസുകളാണ്. ഇതല്ല സ്ഥിതി. ഇത് ആ പ്രദേശത്ത് തന്നെ ജനപ്രതിനിധി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ആണ്. മറ്റ് കേസുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ CBI കേസുകൾക്ക് ED കേസുകൾക്ക് പ്രത്യേകത അതിനൊന്നും പരാതിക്കാരുണ്ടാകാറില്ല. സ്വാഭാവികമായും ഒരു കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരായുള്ള ബ്ലാക്ക് മെയിലിന് വിധേയമായിട്ടുള്ള ചില കേസുകൾ ഉണ്ടാകാറുണ്ട്. ഇത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആ പ്രദേശത്തെ ജനപ്രതി എന്ന രീതിയിൽ നൽകിയ പരാതിയാണ്. ആ പരാതിയിലെ പരാതിക്കാരൻ ലൈവാണ്. ഈ FIRനകത്ത് വളരെ കൃത്യമായും പരാതിക്കാരൻ്റെ പേര് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും. CBI എന്തെങ്കിലും തരത്തിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ BJP സ്വഭാവത്തിലേക്ക് CBI പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും പരാതിക്കാരെന്ന രീതിയിൽ എനിക്ക് കോടതിയുടെ നടപടികളെ എനിക്ക് കടക്കാൻ കഴിയും എന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഈ കേസ് CBIക്ക് വിടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CCN മലപ്പുറം. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനകളെ വനംവകുപ്പ് തുരത്തുന്നതിനിടെ ആനക്കൂട്ടം ജനവാസ മേഖലയായ കാപ്പുപറമ്പിലിറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചു. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസമായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളെ രാത്രിയിലാണ് വനംവകുപ്പ് തുരത്തിയത്. വെള്ളിയാർപുഴ കടന്ന ആനക്കൂട്ടം നേരെ കാപ്പുപറമ്പ് തോണിക്കര കുന്നിലെ ജനവാസ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. തോണിക്കര പാടത്തെ മുഴുവൻ കൃഷികളും നശിപ്പിച്ച ശേഷമാണ് ആനകൾ വീടുകൾക്ക് സമീപത്തേക്ക് എത്തിയത്. തുടർന്ന് പ്രദേശത്തെ റബ്ബർ തൈകളും തെങ്ങും കവുങ്ങും വാഴകളുമടക്കം പിഴുതെറിഞ്ഞു. അബ്ദുറഹ്മാൻ ചേരിയത്തിന്റെ 20 റബ്ബർ തൈകളും 15 തെങ്ങുകളും 20ഓളം കവുങ്ങുകളും 15 വാഴകളും നശിപ്പിച്ചു. തോണിക്കര ഹംസപ്പയുടെ 10 തെങ്ങും 30 വാഴകളും 20 കവുങ്ങും പൂർണ്ണമായും തകർത്തു. തോണിക്കര ഉമ്മറിന്റെ 10 തെങ്ങ്, തോണിക്കര അബ്ദുവിന്റെ 10 വാഴ, തോണിക്കര ഷാജിയുടെ 10 റബ്ബർ തൈകൾ എന്നിവയും ആനക്കൂട്ടം നശിപ്പിച്ചു. നശിപ്പിച്ചവയിൽ ഭൂരിഭാഗവും 2 മാസം മാത്രം പ്രായമുള്ള റബ്ബർ തൈകളാണ്. വീടുകളുടെ മുറ്റം വരെ കാട്ടാനകൾ എത്തിയത് പ്രദേശവാസികളെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ആനകളെ കയറ്റാനുള്ള കൃത്യമായ പദ്ധതിയോ ഇല്ലാതെ പടക്കം പൊട്ടിച്ച് അലക്ഷ്യമായി തുരത്തിയതാണ് കാപ്പുപറമ്പിലെ കൃഷിനാശത്തിന് കാരണമായതെന്ന് വാർഡംഗം സാനീർ മണലടി ആരോപിച്ചു. കാരണം ഇന്നലെ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ് ഒലാണ് പോയി ആൾക്കാർ രാവിലെ വന്ന് നോക്കി പോകും. ഇതെന്താ വെച്ചാൽ റോഡ് കൂടി നടന്ന ഒരു പൊട്ടിച്ചിട്ടുണ്ടായി. 2 സ്ഥലത്ത് പൊട്ടിച്ച് പോകുകയാണെന്ന് വെച്ചാൽ ആനാണ് ഇതിന്ന് പുറത്തു പോകും.
കൃഷിനാശത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വനം വകുപ്പിനാണെന്നും കർഷകർക്ക് അടിയന്തരമായി തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ആനകളെ തുരത്തുമ്പോൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഇവ എത്തുന്ന കാര്യം വനം വകുപ്പ് ശ്രദ്ധിച്ചില്ലെന്ന് പ്രദേശവാസിയായ കർഷകൻ തോണിക്കര അബുവും പറഞ്ഞു. ധാരാളം കൃഷിയുള്ള ഭാഗമായതിനാൽ വീണ്ടും കാട്ടാനകൾ വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. CCN ചത്തല്ലൂർ. മുണ്ടൂർ കൂട്ടുപാതയിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 21-കാരൻ അറസ്റ്റിൽ. മുണ്ടൂർ മൂത്തേടം ഹൌസിൽ അഭിജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്കും 5:30ക്കും ഇടയിലാണ് സംഭവം. പ്രവീണിന്റെ അയൽവാസിയായ ശ്രീദേവി എന്ന പെൺകുട്ടിയുടെ കിടപ്പുമുറിയുടെ ജനലിൽ തട്ടി വിളിച്ച് പ്രതിയായ അഭിജിത്ത് നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു. ഭയന്നുപോയ പെൺകുട്ടി ഉടൻ തന്നെ വിവരം ഫോൺ മുഖേന അയൽവാസിയായ പ്രവീണിനെ അറിയിച്ചു. തുടർന്ന് പുലർച്ചെ 5:30യോടെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ പ്രവീൺ വീട്ടുപരിസരത്ത് നിന്ന് അഭിജിത്തിനെ പിടികൂടാൻ ശ്രമിച്ചു. ഇതിനിടെ നിലത്തു കിടന്നിരുന്ന ഇരുമ്പ് പൈപ്പ് എടുത്ത പ്രതി പ്രവീണിന്റെ തലയിലും മുഖത്തും വലതു തോളിലും ക്രൂരമായി അടിക്കുകയായിരുന്നു. പരിക്കേറ്റ പ്രവീണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN കടമ്പഴിപ്പുറം. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഷഹീർ അലി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സമരങ്ങളിൽ യുവതലമുറ അണിനിരന്നപ്പോൾ മോദി ഗവൺമെന്റിന് മുട്ടുകുത്തേണ്ടി വന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷഹീർ അലി പറഞ്ഞു. ഈ പോലീസിന്റെ ലാത്തിക്കും തോക്കിനും പെല്ലറ്റിനും ഗണ്ണിനുമൊന്നും മുന്നിൽ തങ്ങളുടെ സമരാവേശം തോൽക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഡൽഹിയിലേക്ക് ഇരച്ചെത്തുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, സമരം അവസാനിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നടക്കം കേരളത്തിൽ നിന്ന് 100 കണക്കിന് സഖാക്കൾ ഡൽഹിയിലേക്ക് വണ്ടി കയറി. ഈ സമരം വിജയം കണ്ണുന്നത് വരെ ഞങ്ങൾ പിന്നോട്ടു പോകില്ല എന്ന പ്രഖ്യാപനവുമായി ഈ രാജ്യത്തെ യുവതലമുറ അണിനിരന്നപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ സമരത്തിന്റെ മുമ്പിൽ മോഡി ഗവൺമെന്റിന് മുട്ടുകുത്തേണ്ട സാഹചര്യം വന്നത്. ആ മുട്ടുകുത്തേണ്ട സാഹചര്യം വന്നപ്പോൾ നമ്മളെല്ലാവരും ആഹ്ലാദ പ്രകടനം നടത്തി, ആഘോഷം നടത്തി. പക്ഷേ ആ ആഹ്ലാദ പ്രകടനത്തിലും ആഘോഷത്തിലും നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ഒരു നൈമിഷികമായ ആഹ്ലാദം മാത്രമാണ്. കേരളത്തിലെ അധികാര കസേരയിൽ നിന്നും മാറി നിന്നപ്പോൾ ഇടതുപക്ഷം അവസാനിച്ചെന്ന് വിധി എഴുതിയവരോട് മറുപടി പറയാൻ മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നടക്കം 100 കണക്കിന് സഖാക്കൾ ഡൽഹിയിലെ തെരുവോരങ്ങളിലേക്ക് വണ്ടി കയറി സമരത്തിൽ പങ്കാളികളായെന്നും ഷഹീർ അലി കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്. ആലിപ്പറമ്പ് പുരണ്ടമണ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഓഗസ്റ്റ് 1 മുതൽ 8 വരെ ഭക്തി നിർഭരമായി നടക്കും. തൃശൂർ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യനാകുന്ന ചടങ്ങിൽ ചത്തല്ലൂർ മംഗലത്തുമന NA കുമാരസ്വാമി ഭട്ടതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന കലവറ ഘോഷയാത്രയോടെ യജ്ഞപരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് 5 മണിക്ക് വിഗ്രഹ പ്രതിഷ്ഠയും ഭദ്രദീപ പ്രകാശനവും നടക്കും. വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. മഹാത്മ്യ പ്രഭാഷണത്തിനു ശേഷം ആദ്യ ദിനത്തിലെ സപ്താഹ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കും. രണ്ടാം ദിവസമായ ഓഗസ്റ്റ് 2 ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ വരാഹ അവതാര പാരായണവും വൈകിട്ട് 6:30 ശ്രീഭദ്ര ചത്തല്ലൂർ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും അരങ്ങേറും. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച ഋഷഭാവതാര പ്രഭാഷണവും തുടർന്ന് കലാപരിപാടികളും നടക്കും. ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച നരസിംഹാവതാര ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 6:30 തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 5 ബുധനാഴ്ച രാവിലെ 10:30 നവഗ്രഹ പൂജയും തുടർന്ന് ശ്രീകൃഷ്ണാവതാര ചടങ്ങുകളും നടക്കും. ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച രുക്മിണി സ്വയംവരത്തോടനുബന്ധിച്ച് വൈകിട്ട് 4 മണിക്ക് കാവുംപുറം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും. വൈകിട്ട് തിരുവാതിരകളിയും ഉണ്ടായിരിക്കും.
ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച കുചേലോപാഖ്യാന പാരായണവും രാവിലെ 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമവും വൈകിട്ട് സന്താനഗോപാല പൂജയും നടക്കും. വൈകിട്ട് 6:30 ഭക്തിഗാനസുധയും ഉണ്ടായിരിക്കും. സമാപന ദിവസമായ ഓഗസ്റ്റ് 8 ശനിയാഴ്ച കൽക്കി അവതാര പാരായണവും ഭാഗവത സംഗ്രഹവും നടക്കും. ഉച്ചയ്ക്ക് 12:30 യജ്ഞചടങ്ങുകൾ സമാപിക്കുകയും 1 മണിക്ക് മഹാ അന്നദാനം നടക്കുകയും ചെയ്യും. പുരണ്ടവണ്ണ ശങ്കരനാരായണ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ഏകദേശം 2000 വർഷങ്ങൾക്ക് കൂടുതൽ പഴക്കമുള്ള ഈ ക്ഷേത്രം സ്വയംഭൂവായ പരമേശ്വരനും വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകദേശം 5 വർഷത്തോളം കാലം ഇത് പൂട്ടിക്കിടക്കുകയായിരുന്നു, ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട്. എന്നാൽ 2 മാസം മുന്നേ, ഏകദേശം 3 മാസത്തോളം ഈ പ്രദേശവാസികൾ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വ ആൾക്കാരുടെയും സഹകരണത്തോടു കൂടിയിട്ട് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം തുടങ്ങുക എന്നുള്ളൊരു ആശയം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മാസം കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായിട്ട് പുനരുദ്ധാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സപ്താഹം നടക്കാൻ പോവാണ്. പിണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് സപ്താഹം. ഈ ശനിയാഴ്ച തുടങ്ങി അടുത്ത ശനിയാഴ്ച ഉച്ചയോടുകൂടി കഴിയും. അതിൻ്റെ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് MLA നജീബ് കാന്തപുരമാണ്. നജീബ് കാന്തപുരം, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറ്, തന്ത്രി എന്താ പേര് കുമാരസ്വാമി വെട്ടത്തിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഒരു സാംസ്കാരിക സമ്മേളനം വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്ത് അതിവിപുലമായ പരിപാടിയോട് കൂടിയിട്ട് അങ്ങനെ സപ്താഹം 7 ദിവസത്തെ സപ്താഹം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം പുനരുദ്ധാരണ പ്രവർത്തനം എന്നുള്ളതാണ്. പുനരുദ്ധാരണ പ്രവർത്തനവും ഉറങ്ങിക്കൊടുക്കുന്ന ക്ഷേത്രത്തെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള എല്ലാ ജനങ്ങളുടെയും കൂട്ടായ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യജ്ഞ ദിവസങ്ങളിൽ എല്ലാ വൈകിട്ടും സപ്താഹ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ കുന്തിപ്പുഴ, അതായത് കുന്തിദേവി തപസ്സിരുന്ന ആ സ്ഥലത്ത് നിന്ന് മണ്ണാക്കാടിൻ്റെ അപ്പുറത്തു നിന്നാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ കുന്തിപ്പുഴ നേരെ ഇവിടെ വന്ന് തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകി പടിഞ്ഞാട്ട് പോകുന്ന ഒരു സ്വഭാവം ഈ പ്രദേശത്ത് മാത്രമേ ഇതുള്ളൂ. മാത്രമല്ല, ഒരു മുനമ്പിൽ നിന്ന് കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം പുഴ കാണാൻ പറ്റുന്ന ഏക പ്രദേശവും ഇവിടെ തന്നെയാണ്. ഇതിന് തൊട്ടപ്പുറത്തൊരു കാളിക്ഷേത്രം ഉണ്ട്. ഈ വളരെ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഈ വർണ്ണമല ശിവക്ഷേത്രം തൊട്ടപ്പുറത്തുള്ള കാളിക്ഷേത്രം പോയിട്ടാക്കാനുള്ളത്. അപ്പോൾ ഇതൊരു 18 വർഷം മുമ്പ് തന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് പഴമക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ഇവർ ആരെ സമ്മതം ഇല്ലാത്തതിന് ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയപ്രകാരം അത് മാതൃഭൂമി പേപ്പറിൽ കൊടുക്കുകയും പല ആൾക്കാർക്കും ജില്ലാ പഞ്ചായത്തിലും മമ്മിലേക്കൊക്കെ അതിനെപ്പറ്റി നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കാരണം ഇത് ഇവിടുത്തെ മാത്രമല്ല, പല വിദേശികളും ഈ കലാമണ്ഡലത്തിൽ വരുന്ന ചെറുകുത്തി കലാമണ്ഡലത്തിൽ വരുന്ന പല വിദേശികളും കുഞ്ചുനായർ ട്രസ്റ്റ് സന്ദർശിക്കാൻ വരുമ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഈ പുഴനെയും ഈ അമ്പലത്തിനെയും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഇതിൻ്റെ കുളിക്കളവ് നന്നാക്കുകയും ചെയ്യണം. ഇവിടുന്ന് ടൂറിസ്റ്റ് മേഖലയായി കഴിഞ്ഞാൽ പോയിന്റ് പക്കത്ത് കൂടെ 400 മീറ്റർ മാത്രം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള സമൂഹത്തിൻ്റെ പരമായിക്കൊണ്ടാണ് സപ്താഹം നടക്കുന്നത്. അപ്പോൾ ഈ സപ്താഹത്തിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. CCN പെരിന്തൽമണ്ണ. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ നെൽക്കതിർ ശബരിമലയിലേക്ക്. കൊയ്ത്തുത്സവവും സ്നേഹസദനം പദ്ധതിയുടെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിന് സ്വന്തമായി 5 ഏക്കറയോളം കൃഷിസ്ഥലമുണ്ട്, ട്രാക്ടറുണ്ട്. ഈ 5 ഏക്കർ കൃഷിസ്ഥലത്ത് 2 വിള നെൽകൃഷി നമ്മുടെ പഞ്ചായത്തിൽ വളരെ അപൂർവമായിട്ടാണ് 2 വിള നെൽകൃഷി എടുക്കുന്നത്. 2 വിള നെൽകൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലബാറിലും അതുപോലെ തന്നെ വയനാട് ഭാഗത്തേക്കൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള കതിരുകൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പ്രത്യേക ദിവസങ്ങളിലാണ് നിറ ഉത്സവം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനനുസൃതമായ രീതിയിൽ അതിന് പാകപ്പെടുന്ന രീതിയിൽ ആ കതിര് ഒരുക്കി കൊടുക്കുന്നതിന് നമുക്കായിട്ടുണ്ട്. ഏകദേശം 500ഓളം ക്ഷേത്രങ്ങളിലേക്ക് ശബരിമല, ചോറ്റാനിക്കര, തിരുമാതാംകുന്ന് ക്ഷേത്രം, അയ്യപ്പൻകാവ് തുടങ്ങിയ ഏകദേശം പ്രധാനപ്പെട്ടതും ചെറിയ ക്ഷേത്രങ്ങളുമായി ഏകദേശം 500ഓളം ക്ഷേത്രങ്ങളിലേക്ക് ഓരോ വർഷവും അവിടെ നിന്നും നെൽക്കതിർ കൊണ്ടുപോകുന്നുണ്ട്. ഈ വർഷത്തെ ശബരിമല നിറോത്സവം വരുന്നത് ആഗസ്റ്റ് 3 തിങ്കളാഴ്ചയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും 3ാമത്തെ പ്രാവശ്യമാണ് നെൽക്കതിരുകൾ
വാദ്യഘോഷങ്ങളോടുകൂടി ഭക്തജനങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. അതിന്റെ കൊയ്ത്തുത്സവം ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷിറ നിർവഹിക്കുകയാണ്. 5 ഏക്കറോളം കൃഷിസ്ഥലം സ്വന്തമായുള്ള ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്ര പാടശേഖരത്തിൽ നിന്നും 3ാം തവണയാണ് ശബരിമല ഉത്സവത്തിന് കതിർ കൊണ്ടുപോകുന്നത്. ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകിട്ട് കതിർ കറ്റയുമായി ഭക്തജനസംഘം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. വാദ്യഘോഷങ്ങളോടെയായിരിക്കും കതിർ കൊണ്ടുപോകുന്നത്. 2 കാലത്ത് പമ്പ ഗണപതി കോവിൽ ദർശന ശേഷം വൈകിട്ട് ദീപാരാധനയോടെ ശബരിമല സന്നിധാനത്തെത്തി കതിർ സമർപ്പിക്കും. 3 തിങ്കളാഴ്ച കാലത്താണ് ശബരിമല നിറപുത്തരി ഉത്സവം നടക്കുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന സ്നേഹസദനം പദ്ധതിയുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്ക് ക്ഷേത്രം വകയായി വീട് നിർമ്മിച്ചു നൽകുന്നതാണ് പദ്ധതി. കൊയ്ത്തുത്സവം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്യും. സ്നേഹസദനം പദ്ധതിയുടെ പ്രഖ്യാപനം മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2 വർഷം മുമ്പ് ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ച് നമ്മള് ക്ഷേത്രം വകയായി ഒരു ഡയാലിസിസ് സ്പെഷ്യൽ പെരിന്തൽമണ്ണ രാംദാസ് ഹോസ്പിറ്റലിൽ നൽകിയിരുന്നു. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുന്നതിന് ഇതുമൂലം സഹായകമായിട്ടുണ്ട്. ഈ വർഷം നമ്മളൊരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. 39 അംഗങ്ങളുള്ള ട്രസ്റ്റി ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രം ട്രസ്റ്റി ബോർഡിന്റെ ഈ വർഷത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം 100 വീട് എന്ന ഒരു പദ്ധതിയുമായി നമ്മള് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്കായി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം കൂടി ഈ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുകയാണ്. ആ പദ്ധതിയുടെ ഈ സ്നേഹസദനം എന്ന പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിക്കുന്നത് മുൻ സ്പീക്കർ കൂടിയായിട്ടുള്ള പി ശ്രീരാമകൃഷ്ണൻ അവറുകളാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ NP മുരളി, TP സുരേഷ് കുമാർ, പ്രകാശ് മണലായ, PK സുരേന്ദ്രനാഥ്, കുഞ്ഞുണ്ണി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനവും പ്രത്യേക സെഷനും സംഘടിപ്പിച്ചു. കോളേജ് IQACയുടെ സഹകരണത്തോടെ കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. പെരിന്തൽമണ്ണ PTM ഗവൺമെന്റ് കോളേജ് കൊമേഴ്സ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസറും റിസർച്ച് സൂപ്പർവൈസറുമായ ഡോക്ടർ ബൈജുമോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബോധവൽക്കരണ സെഷൻ നയിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ വൈദഗ്ധ്യവും നവീനാശയങ്ങളും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഗീത നമ്പ്യാർ MK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും ED ക്ലബ് കൺവീനറുമായ ശ്രീജ PS സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരിദാസൻ, IQAC കോർഡിനേറ്റർ സബീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സൗമ്യ NK ചടങ്ങിന് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിനിറ്റ്സ് ബുക്ക് UDF അംഗം കൈക്കലാക്കി ഓടിയെന്ന ആരോപണത്തെ തുടർന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ട് LDF പ്രവർത്തകരുടെ പ്രതിഷേധം. 2 മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസ് പൂട്ടിയിട്ടതിനെ തുടർന്ന് ഭരണസമിതി അംഗങ്ങളും പ്രതിപക്ഷവും തമ്മിൽ പഞ്ചായത്ത് മുറ്റത്ത് രൂക്ഷമായ വാക്പോരും ഉന്തും തള്ളുമുണ്ടായി. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച കാട്ടാനകളെ വനം വകുപ്പ് തുരത്തുന്നതിനിടെ ആനക്കൂട്ടം ജനവാസ മേഖലയായ കാപ്പുപറമ്പിൽ ഇറങ്ങി വ്യാപക കൃഷിനാശം വിതച്ചു. തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ 2 ദിവസമായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളെ രാത്രിയിലാണ് വനം വകുപ്പ് തുരത്തിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാന വിജിലൻസ് നടത്തുന്ന സമാന്തര അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് മുൻ MLA അനിൽ അക്കര. ഇതിനായി വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ CBIക്ക് കൈമാറാൻ സർക്കാർ തയ്യാറാകണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.